ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെ നിങ്ങളേവരെയും വീണ്ടും സ്വാഗതം ചെയ്തതിൽ സന്തോഷമുണ്ട്. വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ ക്രൈസ്റ്റ് ആസ് ദ ഓൺലി പൊട്ടൻറ്റേറ്റ് അല്ലെങ്കിൽ ധന്യനായ ഏകാധിപതിയായ ക്രിസ്തു എന്ന വിഷയത്തിൽ ദൈവസഭയ്ക്കുള്ള അധികാരം എന്താണ്, ദൈവസഭയുടെ ശക്തി എന്താണ് എന്നൊന്ന് അല്പമായിട്ട് ദൈവമക്കളെ ഗ്രഹിപ്പിക്കുവാനാണ് ഈ ഒരു എപ്പിസോഡ് കൂടെ ആഗ്രഹിക്കുന്നത്. വളരെ ആഴമേറിയ ഒരു ബന്ധവും എന്നാൽ തന്നെ വളരെ ശക്തിയും വളരെ ബലം പകരുന്ന ഒരു വിഷയമാണത്. നാം നമ്മുടെ സാധാരണ പ്രാർത്ഥനയിലോ മറ്റുമൊക്കെയും ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്തനും താൻ മാത്രം അമർത്യതയുള്ളവനും എന്നെല്ലാം 1 തിമോഥെയോസ് 6:15 വാക്യം തുടങ്ങി നമ്മൾ വായിക്കുമ്പോഴൊക്കെയും വളരെ ബൈഹാർട്ടായി പഠിക്കുകയും ഒരുപക്ഷെ അതൊക്കെ നമ്മൾ ധ്യാനിക്കുകയും ചെയ്യുന്ന വാക്യങ്ങൾ തന്നെയാണ്. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്തനും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ. ഇതൊക്കെയും ഓരോരോ റിലേഷനാണ്. ഇതിനകത്ത് നാം ഇന്ന് ആഗ്രഹിക്കുന്നത് ധന്യനായ ഏകാധിപതിയായ ക്രിസ്തു നമ്മുടെ തലയെങ്കിൽ ശരീരത്തിലുള്ള അധികാരം എന്താണ്, ധന്യനായ ഏകാധിപതി എന്നതിൽ കൂടെ എന്താണ് നാം അർത്ഥമാക്കുന്നത്. യെശയ്യാപ്രവചനത്തിൽ നമുക്ക് അല്പമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യെശയ്യാപ്രവചനം 55:4 വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അല്പമായിട്ട് വായിക്കാൻ, ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇൻഡീഡ് ഐ ഹാവ് ഗിവൺ ഹിം ആസ് എ വിറ്റ്നസ് ടു ദ പീപ്പിൾ, എ ലീഡർ ആൻഡ് കമാൻഡർ ഫോർ ദ പീപ്പിൾ എന്നാണ്. എ ലീഡർ ആൻഡ് കമാൻഡർ ഫോർ ദ പീപ്പിൾ. മിക്കവാറും ഈ ഒരു റിലേഷൻ മനസ്സിലാകാത്തത് കൊണ്ട് ദൈവസഭ മിക്കവാറും കാര്യങ്ങളിൽ വളരെ അശക്തരായി വളരെ ബലഹീനരായി തീർന്നിരിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിൽ സഭയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ലേഖനമാണല്ലോ എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ സഭയെക്കുറിച്ചും ക്രിസ്തു തലയായിരിക്കുന്ന സഭയെക്കുറിച്ച് കൊണ്ട് പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങളിലൂടെ നമുക്കത് വായിച്ചിട്ട് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലേക്ക് കിടക്കാം. വിശ്വസിക്കുന്നവർ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പൗലോസ് സൂക്ഷിച്ചുകൊണ്ടിരുന്ന എഫേസ് സഭ, അതായത് ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ലേഖനമാണല്ലോ എഫേസ് ലേഖനം. എഫേസ് ലേഖനം ശരീരത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ കൊളോസ്യ ലേഖനം ക്രിസ്തു എന്ന തലയെക്കുറിച്ചാണ് കൂടുതലായിട്ട് വിവരിക്കുന്നത്. അങ്ങനെ ക്രിസ്തു തലയായിരിക്കുന്ന ശരീരത്തിൻ്റെ ബലം എന്താണ്, അധികാരം എന്താണെന്ന് വിവരിക്കുന്ന ഒരു ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളോട്, സഭയോട് അല്ലെങ്കിൽ ശരീരത്തോട് പറയുന്ന, അന്നത്തെ മാത്രമല്ല ഇന്നുമായിരിക്കുന്ന തൻ്റെ ശരീരത്തോട് പറയുന്ന ഒരു കാര്യമാണ് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തമീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഈ അധികാരം മുഴുവനും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെന്നിട്ട് അപ്പസ്തോലന്മാർക്ക് വെളിപ്പെട്ടവനായ ക്രിസ്തു ആദ്യമായിട്ട് അവരോട് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ദ ഗ്രേറ്റ് കമ്മീഷനിങ് ഓഫ് ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നാം ഏവരും അറിഞ്ഞിരിക്കുകയും ആ ഒരു വിഷയത്തിലാണല്ലോ അവനോട് ചേരുവാൻ സ്നാനപ്പെട്ടത്. അവൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ച് നടക്കുവാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കുകയും. ഇത്രയും വലിയൊരു കമ്മീഷനിങ്, ഇത്ര വലിയ അധികാരത്തോടു കൂടിയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ പലർക്കും തെറ്റിദ്ധാരണ, ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ മാത്രമുള്ളതോ, അവരിൽ കൂടെ വ്യാപരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഭരമേൽപ്പിച്ചതായ സുവിശേഷത്തിൽ കൂടെ വിശ്വസിച്ചുകൊണ്ട്
അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്നതായ സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് ചേർന്ന് ക്രിസ്തുവിനോട് അടുത്തു വരുന്നതായ ഏതൊരു വിശ്വാസിക്കും ഇതേ അധികാരം തന്നെയാണ് ഉള്ളത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനും ഭൂമിയിലുള്ള ഏതിനെയും എന്തും ചെയ്യുവാനുള്ള അധികാരം. ഇതൊന്നും ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ആഴം മനസ്സിലാക്കാത്തത് കൊണ്ട് സൈത്താനാൽ അഭിഷക്തരായ പല ശുശ്രൂഷകന്മാരും ദൈവസഭയിലായിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായിരിക്കുന്ന ഓരോ അവയവങ്ങളെ പല ലോകമോഹങ്ങളിലേക്കും ഡൈവേർട്ട് ചെയ്ത് ഇൻഡ്യൂസ് ചെയ്ത്, അതായത് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് പോലെ ആകർഷിച്ച് ഇതിൻ്റെ അധികാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോവുകയാണ്. ഇതിന് അല്പമായിട്ടൊന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് കൊടുത്തിരുന്ന അധികാരം അവൻ ഞാൻ നിങ്ങളോട് വിവരിച്ചല്ലോ. ആ അധികാരത്തിൽ കൂടി അപ്പസ്തോലന്മാർ ശുശ്രൂഷിച്ചു കൊണ്ട് കടന്നു വന്നു. സ്തോത്രം. 1-ാം നൂറ്റാണ്ടിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അന്ന് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഈ ഭൂമിയിലെ വാസ്തവ കാലത്തുണ്ടായിരുന്ന സാമ്രാജ്യം റോമൻ സാമ്രാജ്യമായിരുന്നു. റോമൻ സാമ്രാജ്യത്തെ മറ്റൊരു സാമ്രാജ്യങ്ങളും കീഴ്പ്പെടുത്തിയതായിട്ടുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ചില യുദ്ധങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. മക്കാബേർ ഒരു റിവോൾട്ട് ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും റോമനെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. പക്ഷേ റോമൻ തന്നെത്താനെ താഴ്ന്നു പോവുകയായിരുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് എന്താ? അതാണ് പറഞ്ഞത്, ലോകത്തെ കീഴ്മേൽ മറയ്ക്കുന്നവർ. പുറമേയുള്ള അധികാരം നോക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷേ പുറമേ അവർ കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് അതിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. 1 കൊറിന്ത്യൻസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം തുടങ്ങിയൊന്ന് വായിക്കണം. ഇതിനോട് തയ്യാറെടുപ്പുണ്ടെങ്കിൽ പുറമേ കാണുമ്പോൾ ഞങ്ങൾ ലോകത്തിന്, ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുക. കൂത്തുകാഴ്ച എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് വിവരിക്കുകയാണെങ്കിൽ, ഈ പഴയ നിയമകാലത്ത് അല്ലെങ്കിൽ ഈ ലേഖനങ്ങൾ എഴുതിയ കാലത്തൊക്കെയും തന്നെ, പഴയ നിയമകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ഈ ലേഖനങ്ങൾ എഴുതപ്പെട്ട കാലത്ത് അന്ന് നോക്കുമ്പോൾ ഇന്ന് കാണുന്ന പോലുള്ള യുദ്ധങ്ങളല്ലല്ലോ. ചെറിയ ചെറിയ രാജ്യങ്ങളോ ഇന്ന് കാണുന്നത്ര ജനസംഖ്യയില്ല. അപ്പോൾ അന്നുള്ള ജനസംഖ്യയിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്തിട്ട് ജയിച്ച രാജ്യം തോറ്റ രാജ്യത്തിൻ്റെ രാജാക്കന്മാരെയും അല്ലെങ്കിൽ പ്രഭുക്കന്മാരെയും അവിടുത്തെ സേനാധിപതിമാരെയൊക്കെയും പിടിച്ചുകൊണ്ട് വിലങ്ങ് വെച്ച് ചിലപ്പോൾ കണ്ണ് കുത്തി പൊട്ടിക്കും. അങ്ങനെ വളരെ നഗ്നരാക്കി കളയും. എന്ന് പറഞ്ഞാൽ പൂർണ്ണ നഗ്നരാക്കിയാൽ അവർ രാജകീയ വസ്ത്രങ്ങളും മേലങ്കികളൊക്കെയും ഊരി വെച്ച് കൈയും കെട്ടിച്ച് വിലങ്ങും വെച്ചുകൊണ്ട് പട്ടണത്തിൽ കൂടെ കൂത്തുകാഴ്ചയായിട്ട് നടത്തും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ജാതിത്തെ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു, അവർ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് പരസ്യ കോലമാക്കി നടത്തും. അപ്പോൾ ദൈവ മക്കൾക്ക് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്ക് ഈ ലോകത്തിൽ ലഭിക്കുന്ന മാനം ഇതാണെന്ന് ആദ്യമേ മനസ്സിലാക്കണം. ഇതിൽ നിന്നും വ്യതിചലിപ്പിക്കുവാനാണ് വലിയ മെഗാ ചർച്ചകളുണ്ടാക്കി. ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള മെഗാ ചർച്ചകളിലൊക്കെ ഏറ്റവും വലിയൊരു തെറ്റ് കാണുന്നത് ഈ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് എത്രമാത്രം ഉണ്ട് എന്നൊരു നോട്ടം. ഇന്ന് സോഷ്യൽ മീഡിയ സുവിശേഷം പ്രസിദ്ധീകരിക്കാൻ വളരെ നല്ല ഒരു കാര്യമാണ്. വളരെ ഫാസ്റ്റായിട്ട് മനുഷ്യരുടെ കയ്യിൽ വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെയും കയ്യിൽ മൊബൈലിലേക്ക് ചെന്ന് ചേരുവാൻ തക്കവണ്ണം ഓരോ വഴികൾ ദൈവം നമുക്ക് അനുവദിച്ച് തരുമ്പോൾ അതിനൊക്കെ ദൈവികമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അവിടെ സൈറ്റാൻ കയറി അല്പമായിട്ടൊന്ന് നുഴഞ്ഞു കടന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മിക്കവാറും നമ്മൾ മെഗാ ചർച്ചകളിൽ നല്ല നല്ല ദേവദാസന്മാർ പോലും ഈ വ്യൂവേഴ്സിൻ്റെ 500 മില്യൺ വ്യൂവേഴ്സ്, 500,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയും അതിലേക്ക് അല്പമായിട്ട് ചിന്ത കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ കർത്താവിന് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു? അവസാന നാടുകളിൽ ഗസമനത്തോട്ടത്തിന് മുമ്പ് ഒടുവിലത്തെ അത്താഴത്തിൻ്റെ സമയത്ത് 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഗസമനയിൽ വന്നപ്പോൾ ഒരുത്തനും കൂടെ പോയി 11 പേരെ ഉണ്ടായുള്ളൂ. യഥാർത്ഥ കഷ്ടം ആരംഭിക്കുന്ന സമയത്ത് ഒറ്റൊരുത്തനും പോലും ഉണ്ടായില്ല, ഒറ്റയ്ക്കായിരുന്നു. കർത്താവിന് ലഭിച്ച സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ ഇത്രയാണ്. ഞാൻ ഈ ഒരു കാര്യം ഒരു ദേവദാസനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ കുത്തുകൊണ്ടവനായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് വളരെ ഖേദകരമായിട്ട് സംസാരിക്കുന്ന ഞാൻ കേട്ടു. അതായത് വളരെ ആത്മീകമായിട്ട് കൊന്നു കളയുന്ന പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്കാണെങ്കിൽ മേധസ് തിന്നവൻ അധികാരമല്ല. മേധസ് തിന്നുന്ന പുരോഹിതന്മാർ ചത്തുപോകും, മരിച്ചു പോകും. സ്തോത്രം. മേധസ് എന്ന് പറഞ്ഞ ഗ്ലോറി, മഹത്വം ക്രൂശിനുള്ളതാണ്. മനുഷ്യരായി നമുക്ക്
ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രിസ്തു ഇല്ലെങ്കിൽ ദൈവക്രോധത്തിൻ്റെ പാനപാത്രമാണ് നമ്മുടെ തലയിലിരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് എന്തെങ്കിലും മാനമുണ്ടെങ്കിൽ അത് ക്രിസ്തു മാത്രമാണ്. അതിൻ്റെ ചെറിയ ഉദാഹരണം ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്. യേശു ക്രിസ്തു തൻ്റെ ട്രയംഫൽ എൻട്രി ആയിട്ട്, അതായത് ആ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആമേൻ ബാലന്മാരുടെ വായിൽ പോലും സ്തുതിയും ബഹുമാനങ്ങൾ കൊടുത്തു. വഴിയുള്ള ജനമൊക്കെയും കഥകളിൽ വസ്ത്രങ്ങളുള്ളവരൊക്കെയും വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ചു, മറ്റുള്ളവരൊക്കെയും മരത്തിൻ്റെ കമ്പുകൾ, ചെറിയ കമ്പുകൾ വെട്ടിയിട്ട് വഴിയിൽ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന വിധത്തിൽ ചില കയ്യിലെ കുരുത്തോലൊക്കെ പിടിച്ചുകൊണ്ട് വരുവാനുള്ളവൻ ഇവനാണെന്ന് പറഞ്ഞുകൊണ്ട് ആർത്തു ഘോഷിച്ചിരുന്നു. കർത്താവ് യെരുശലേമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഈ കഴുതയെ പിന്നെ കൊന്നൊന്നും കളഞ്ഞില്ല, കഴുതയെ വിട്ട് കളഞ്ഞു. ഈ കഴുത പിറ്റേ ദിവസം നല്ല ഡോബി, ഈ തുണി വാഷ് ചെയ്യുന്ന ഡോബികൾ എവിടെയെങ്കിലും തുണി കഴുകി ഉണക്കാൻ വേണ്ടി ഇങ്ങനെ വിരിച്ചിടുമല്ലോ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ. അങ്ങനെ വിരിച്ചിടുമ്പോൾ കഴിഞ്ഞ ദിവസം തൻ്റെ മുമ്പിൽ ഈ തുണിയെല്ലാം വിരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടെ ജനം ആർത്ത് ഘോഷിക്കുന്നത് കണ്ടപ്പോൾ ഈ കഴുതയ്ക്ക് അല്പമായിട്ട് തോന്നി, എൻ്റെ മുമ്പിലാണ് ഈ തുണി വിരിച്ചതെന്ന്. കഴുത ആ ഡോബി വിരിച്ചിട്ടിരിക്കുന്ന തുണി കൂടെ നടന്നാൽ എന്ത് സംഭവിക്കും? കഴുതയ്ക്ക് മനസ്സിലായില്ലേ, കഴുത നിൻ്റെ മുമ്പിലല്ല തുണി വിരിച്ചത്, നിൻ്റെ മുമ്പിലല്ല ജയത്തിൻ്റെ ആർപ്പ് ഘോഷിച്ചത്, നിൻ്റെ പുറത്തിരിക്കുന്നവൻ്റെ മുമ്പിലാണ് വിരിച്ചത്. ഇത് എല്ലാ ദൈവ മക്കൾക്കും ദൈവദാസന്മാർക്കും ശുശ്രൂഷിക്കുന്നവർക്കും ഉണ്ടായിരുന്നാൽ വളരെ നല്ലതാണ്. നമ്മുടെ വിഷയം അതിലേക്ക്. അപ്പോൾ ഞങ്ങൾ ലോകത്തിൽ ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയെ തീർന്നിരിക്കാൻ ദൈവം അപ്പസ്തോലന്മാരായി ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തു വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെയും സകലത്തിൻ്റെയും അഴുക്കായി തീർന്നിരിക്കുന്നു. അപ്പോൾ അപ്പസ്തോലനായ പൗലോസ്, ഇത് അന്നത്തേക്ക് പൗലോസിന് വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിൽ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഏവർക്കും വേണ്ടി, അതായത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും പറഞ്ഞുകൊണ്ട് ആമേൻ പറയുമ്പോൾ സ്തോത്രം. ഇത് ആദ്യമേ മനസ്സിലാക്കണം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ആത്മീക അധികാരങ്ങൾ നമ്മൾ വരുമ്പോൾ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം നമ്മൾ വരുമ്പോൾ പുറമെ നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യമാണ് 1 കൊരിന്ത്യർ 4:9 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ഇതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നവർക്ക് ഈ ഒരു അധികാരം, ധന്യനായ ഏകാധിപതി എന്നൊരു അധികാരം തങ്ങളിൽ കൂടെ നടത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വളരെ ആഴത്തിലുള്ളതും വളരെ സെൽഫിനെ ഡിനൈ ചെയ്യേണ്ടതും ക്രിസ്തു പൂർണ്ണതയോട് നമ്മൾ വസിച്ചുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി മഹിമയുടെ വലതുഭാഗത്ത് അവൻ വാഴുന്നത് പോലെ അതേ അധികാരത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെയും ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നിങ്ങളിൽ കൂടെയും സ്വർഗത്തിലും ഭൂമിയിലും എന്തും ചെയ്യുന്നവനായിട്ട് വാഴുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കും. ഞാൻ വളരെ അല്പസമയങ്ങളിലൊക്കെയും തന്നെ ഈ അധികാരം എന്നിൽ കൂടെ കർത്താവ് ചെയ്തെടുക്കുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാനിത് വ്യർത്ഥമായിട്ട് പറയുന്നതല്ല, അനുഭവത്തിൽ കൂടെ പറയുകയാണ്. ഇത് ഒന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് അല്പമായിട്ടുള്ളൊരു പ്രയാസമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാനൊന്ന് അല്പമായിട്ട് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതൊന്ന് വിവരിക്കണമെങ്കിൽ നമുക്ക് ചെറിയ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകണം. ഈ ഭൂമിയിൽ മനുഷ്യരിൽ ഏറ്റവും അധികാരമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആദാം. കാരണം ദൈവം അവനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരുന്നു. ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായ മനുഷ്യനിൽ അവന് വെറും പൊടിയായിരുന്നു. അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ആ മൺകൂടാരത്തിൽ, വെറും പൊടിയായിരുന്ന മൺകൂടാരത്തിലേക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ ജീവശ്വാസം കടന്നു വന്നപ്പോൾ അതോടുകൂടെ കടന്നു വന്നത് ദൈവത്തിൻ്റെ തേജസ്സായിരുന്നു, ദ ഇമേജ് ഓഫ് ഗാഡ്. അത് തന്നെയാണ് വീണ്ടും ജനനം പ്രാപിക്കുന്ന ദൈവമക്കളെ കുറിച്ചുകൊണ്ട് കൊളോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലും എഫേസ്യ ലേഖനത്തിലും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്.
അവൻ ദൈവ തേജസ്സിനാൽ തന്നെയാണ് നിറയപ്പെടുന്നത്. ആ വാക്യം കൂടി ഒന്ന് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. സ്തോത്രം. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിൻ്റെ പുതുക്കം പ്രാപിക്കേണ്ടതിന്. ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ആൻഡ് ഹാവ് പുട്ട് ഓൺ ദി ന്യൂ മാൻ വിച്ച് ഈസ് റിന്യൂഡ് ഇൻ ദ നോളജ് ആഫ്റ്റർ ദ ഇമേജ് ഓഫ് ഹിം ദാറ്റ് ക്രിയേറ്റഡ് ഹിം. അപ്പം നമ്മൾ പുതിയ മനുഷ്യൻ, അല്ലാതെ വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരു പൈതലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം. ഇതായിരുന്നു ഒന്നാം മനുഷ്യനെ ആദാമിലും ഉണ്ടായിരുന്നതും. സ്തോത്രം. എഫേസ്യ ലേഖനം 4:30 വാക്യം നമുക്ക് വായിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ 30 വാക്യം 24 വാക്യം. സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ. ഇവിടെ ഇംഗ്ലീഷിൽ വായിക്കുകയാണ് ആൻഡ് ദാറ്റ് ye put on the new man which after God is created in righteousness and in true holiness. ഇത് നമ്മൾ വായിക്കുമ്പോൾ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ, ഇതിൻ്റെ ആഴമൊന്ന് ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ? എങ്ങനെയാണ്? സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും. ഈ സത്യത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ ആദ്യം മനസ്സിലാക്കണം. സത്യം നമ്മൾ പല കാര്യത്തിലും ഡിഫൈൻ ചെയ്യുന്നതാണ്. സത്യസുവിശേഷം എന്നെടുക്കും. അതായത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു പുരുഷ ബീജം കടന്നു വന്നാൽ ആ പുരുഷൻ്റെ അല്ലെങ്കിൽ ആ ഭർത്താവിൻ്റെ സന്തതിയാണ് ആ സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കുന്നത്. അതേപോലെ തന്നെ സത്യത്തിൻ്റെ ഫലമായി എന്ന് പറഞ്ഞാൽ സത്യവേദം, സത്യവചനം അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും അതിൽ വിവരിക്കുന്നതായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഈ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിക്കുന്നത്. അല്ലാത്തിടത്തോളമൊക്കെ സാത്താൻ്റെ സന്തതികളാണ്, കൗലേടയ പുത്രന്മാരാണിത്. വളരെ മനസ്സിലാക്കുക. നിങ്ങൾ സ്വീകരിക്കുന്ന സുവിശേഷം അല്ലെങ്കിൽ നിങ്ങളിൽ ജനിക്കുവാൻ തക്കവണ്ണം സ്വീകരിക്കുന്ന സുവിശേഷം ആരുടേതാണെന്ന് നിങ്ങൾ തന്നെ ഉത്തരവാദിത്തങ്ങളാണ്. മാനുഷികമായ രീതിയിൽ പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെയാണോ അന്യ പുരുഷനിൽ നിന്നാണോ എന്ന് അവളോട് ആരും വിവരിക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് തന്നെ അറിയാം. അവണ്ണം തന്നെ ഇത് നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്ന പുതുമനുഷ്യനാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ക്രൂശിക്കപ്പെട്ടവരായി ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ഏറ്റെടുക്കുക. ഇതിനെക്കുറിച്ചൊക്കെ പല എപ്പിസോഡുകളും ഞാൻ നിങ്ങൾക്ക് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിൽ കാണാം. മറ്റുള്ള സുവിശേഷങ്ങൾ, വേറൊരു സുവിശേഷം ഒക്കെ നിങ്ങൾ ജനിക്കുന്നത് വേറൊരു യേശുവായിരിക്കും, അതിൻ്റെ ഫലവും കാണുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റിലേഷനിലേക്ക് വരണമെങ്കിൽ, ഈ ധന്യനായ ഏകാധിപതി എന്ന റിലേഷനിലേക്ക് വരണമെങ്കിൽ വളരെ ആഴത്ത് ഞാൻ പറയുന്നത് ആദ്യമായിട്ടൊരു വിഷയം, നിങ്ങൾ ജനിക്കുന്നവൻ അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിക്കുന്ന നിങ്ങൾ സ്വീകരിക്കുന്ന സുവിശേഷം ഏതാണ്? ഇതുവരെയും നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ലോകത്തിൻ്റെ സുവിശേഷം, ഈ ലോകത്തിൻ്റെ നന്മകൾ പകരുന്ന സുവിശേഷമാക്കിയാണെങ്കിൽ അത് സുവിശേഷമല്ല, സദ്വാർത്തയല്ല, അത് ദുർവർത്തമാനമാണ്. അതിനെ ത്യജിച്ച് കളഞ്ഞുകൊണ്ട് യാതൊരു ഭയം വേണ്ട. യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിച്ച് ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴി കൂടെ പ്രവേശിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെറുതായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത്. അങ്ങനെ ഈ ലോകത്തിൽ വന്നതിൽ ഏറ്റവും ശക്തനായ ഒരു മനുഷ്യനായിരുന്നു ആദാം. കാരണം അവനിൽ ദൈവം പൂർണ്ണതയോടെ വസിച്ചിരുന്നു, അവൻ്റെ വീഴ്ചയുടെ നാൾ വരേക്കും. അപ്പോൾ അത്യുന്നതനായ ദൈവം, സർവാധികാരിയായ ദൈവം, ധന്യനായ ഏകാധിപതിയായ ദൈവം അവനിൽ വസിച്ചുകൊണ്ട് അവനിൽ കൂടെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം നടത്തിക്കൊണ്ടിരുന്നു. സകല പർവ്വജാതികളും മൃഗങ്ങളും സകല ചരാചരങ്ങളും അവന് കീഴ്പ്പെട്ടിരുന്നു. എന്നാൽ അവനല്ല, അവനിൽ വസിക്കുന്ന ദൈവ തേജസ്സിനായിരുന്നു കീഴ്പ്പെട്ടിരുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അംഗീകരിക്കാവുന്നൊരു വിഷയം തന്നെയാണല്ലോ. എന്നാൽ അവൻ്റെ വീഴ്ചയ്ക്ക് ശേഷം അനേകം ശക്തരായ മനുഷ്യർ ഈ ഭൂമിയിൽ കൂടെ കടന്നുപോയി. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നോഹ, അബ്രാഹം, ശലോമോൻ, അതിനുശേഷം ജാതികളിൽ നോക്കുമ്പോൾ സോക്രട്ടീസ്, പ്ലാറ്റോ, അലക്സാണ്ടർ മൂന്നാമൻ എന്ന് നമ്മൾ പൊതുവായിട്ട് അറിയുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നെപ്പോളിയൻ ബൊനാപാർട്ടെ, അഡോൾഫ് ഹിറ്റ്ലർ, കാറൽ മാർക്സ്, വ്ളാഡിമിർ ലെനിൻ. അതിനുശേഷം സാമ്രാജ്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ബാബിലോണിയ സാമ്രാജ്യം, മേദോ പെർഷ്യൻ സാമ്രാജ്യം, ഗ്രീസ് സാമ്രാജ്യം, അതിനുശേഷം റോമൻ സാമ്രാജ്യം. അതിനുശേഷം നമുക്ക് കടന്നു വരുന്നത് കുറേ ഇസങ്ങൾ കടന്നു വന്നു, കമ്മ്യൂണിസം, സോഷ്യലിസം. അതിനുശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ ഡെമോക്രസി. ഇന്നിപ്പോൾ ഡെമോക്രസിയും
ഡിക്റ്റേറ്റർഷിപ്പും ഏകാധിപത്യം ചില രാജ്യങ്ങളിൽ ഇന്നും ഏകാധിപത്യം നടക്കുന്നുണ്ട്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഡെമോക്രാസി നടക്കുന്നുണ്ട്. ഇതെല്ലാം ദാനിയേൽ പ്രവാചകനിൽ കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. കാൽപാദം, പാതി ഇരുമ്പും പാതി കളിമണ്ണും. അതാണ് ഡെമോക്രാസിയും അതേപോലെ തന്നെ ഡിക്റ്റേറ്റർഷിപ്പ് തമ്മിൽ ഇണങ്ങിച്ചേരാത്ത വിധത്തിലുള്ള ഭരണം. ഈ സമയത്താണ് സ്വർഗത്തിൽ നിന്നൊരു കല്ല് കടന്നു വരുന്നിട്ട് ഇതിനെ ഇടിച്ച് തകർക്കുന്നത് ഒരു മഹാപർവ്വതമായി തീരും നമ്മുടെ ക്രിസ്തുവിൻ്റെ രാജ്യത്ത്. ഇതിനെല്ലാം വിവരിക്കാൻ ദാനിയേൽ പ്രവചനം അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം വിവരിക്കാനല്ല സമയമെടുക്കുന്നത്. ധന്യനായ ഏകാധിപതിയെ ക്രിസ്തുമായിട്ടുള്ള റിലേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് ചിന്തിക്കണമെങ്കിൽ അല്പമായ ചില കാര്യങ്ങളെ ഞാൻ ഈ ഒരു ചാർട്ടിൽ കൂടെ നിങ്ങൾക്ക് അല്പമായിട്ടൊന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഈ ചാർട്ടിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഭൂതണ്ഡത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ലൂസിഫറും അവനോട് കൂടെയുള്ളതായി ദൂതന്മാരും ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അവനെയായിരുന്നു, ലൂസിഫറിനെയായിരുന്നു. അതും അഭിഷക്തനായ ഒരു കെരൂബായിരുന്നു എന്നൊക്കെ നമ്മൾ എസെക്കിയേൽ പ്രവചന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12 തുടങ്ങി 16 വരെയുള്ള വാക്യങ്ങളും അവൻ്റെ വീഴ്ചകൾ സംഭവിച്ചുവെന്ന് യെശയ്യാ പ്രവചനം 14-12 തുടങ്ങി 15 വരെ വാക്യങ്ങളും അവൻ്റെ വീഴ്ചയോടനുബന്ധിച്ച് അവൻ്റെ കീഴിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവൻ്റെ ഭരണകൂടത്തിന് കീഴിലുണ്ടായിരുന്നായിട്ടുള്ള സൃഷ്ടികളിന്മേൽ ദൈവക്രോധം എങ്ങനെ സംഭവിച്ചുവെന്ന് യെരമ്യാ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 23 തുടങ്ങി 26 വരെയുള്ള വാക്യങ്ങൾ വളരെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആഴമായിട്ട് അറിയണമെങ്കിൽ ദി സേറ്റാനിക് കിങ്ഡം എന്ന് പറഞ്ഞുകൊണ്ട് 2 എപ്പിസോഡുകൾ ഈ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം ഭൂമിയെ വീണ്ടും വാസയോഗ്യമാക്കിയെടുക്കുന്ന വിവരങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ മനുഷ്യനെ 1-ാം അധ്യായത്തിൻ്റെ 26 തുടങ്ങി 28 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവം തൻ്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിൽ ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം മൂതി. അപ്പോൾ അവൻ ജീവനോട് ദേഹിയായിത്തീർന്നു. ആകാശത്തിൽ പറവജാതികൾ, സമുദ്രത്തിലെ മത്സ്യം, കരയിലെഴുന്ന സകല ചരാചരത്തിൻ്റെ മേലും അധികാരം, വാഴുവാനുള്ള അധികാരമാണ് മനുഷ്യന് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. ഇത് എറ്റേണൽ പ്ലാനാണ്. ഇത് ശരിക്കും മനസ്സിലാക്കുക. ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള എറ്റേണൽ പ്ലാനാണ് ആകാശത്തിലെ പറവജാതി, സമുദ്രത്തിലെ മത്സ്യം, സകല ചരാചരത്തിന്മേയും ഭരിക്കുക. ഇത് ലൂസിഫറിന് അഡ്മിനിസ്ട്രേഷൻ പവർ കൊടുത്തിരുന്നു. ലൂസിഫറിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ അധികാരം അവൻ സേറ്റാന് കൊടുത്തു. എന്നാൽ ദൈവം മനുഷ്യൻ്റെ മേൽ, ഭൂമിയുടെ മേലുള്ള അധികാരം, ആകാശത്തിലെ പറവജാതി, സമുദ്രത്തിലെ മത്സ്യം, സകല ചരാചരങ്ങളുമേയും ഭരിക്കുവാനുള്ള അധികാരം മനുഷ്യന് നൽകിയതാണ്. ഇത് ദൈവത്തിൻ്റെ എറ്റേണൽ പ്ലാനാണ്. എന്നാൽ ആ മനുഷ്യനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൻ ആ അധികാരം തൻ്റെ സെൽഫിൻ്റെ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ നല്ലതും തിന്മാൻ നല്ലതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യമെന്ന് കണ്ട് ദൈവം സെൽഫ് എക്സിസ്റ്റഡ് ആയിരിക്കുന്നത് പോലെ ദൈവത്തെ കൂടാതെ മനുഷ്യൻ സെൽഫ് എക്സിസ്റ്റഡ് ആകുന്നുള്ള മോഹം സേറ്റാൻ്റെ പ്രോമിസുകളിൽ കൂടെ കടന്നു വന്നപ്പോൾ വൃക്ഷഫലം പറിക്കുകയും തിന്നുകയും ചെയ്തു. അപ്പോൾ അവന് നൽകിയിരുന്ന അധികാരം സേറ്റാന് കൊടുക്കുകയും അവൻ്റെ സെൽഫിൻ്റെ ഗ്രാറ്റിഫിക്കേഷൻ നിവർത്തിക്കുകയും ചെയ്തു. ഇതാണ് യേശു ക്രിസ്തു കടന്നു വരുന്ന സമയത്ത്, യേശു ക്രിസ്തുവിനെ പരിശോധിക്കുന്ന സമയത്തും ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും സേത്താൻ പറയുന്ന ഈ അധികാരമൊക്കെയും എനിക്ക് ബലമേൽപ്പിച്ചിരിക്കുന്നു. ദൈവമല്ല അവനെ ബലമേൽപ്പിച്ചത്, മനുഷ്യനാണ് ബലമേൽപ്പിച്ചത്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ യോഹന്നാൻ എഴുതിയ ലേഖനം 1 യോഹന്നാൻ 3-8 വാക്യത്തിൽ വായിക്കുമ്പോൾ സാത്താൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലോ ദൈവപുത്രൻ വെളിപ്പെട്ടത്. അതായത് ലൂസിഫറിൻ്റെ കയ്യിലുണ്ടാകുന്ന അധികാരം അവൻ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് സേറ്റാൻ പിടിച്ചെടുത്തു. മനുഷ്യനെ മേൽ നൽകിയിരുന്ന അധികാരവും പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് സേറ്റാൻ പിടിച്ചെടുത്തു. ഇങ്ങനെയാണ് അവൻ പറയുന്ന സകല അധികാരം എങ്കിൽ ബലമേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു കടന്നു വന്ന്, അതായത് സൃഷ്ടിതാവായവൻ, നിയമദാതാവായവൻ തന്നെ മനുഷ്യരെ പോലെ സ്വന്തം ശരീരവും പ്രാണനും ആത്മാവുമുള്ളവനായി മനുഷ്യൻ്റെ മേലുള്ള ശരീരത്തിന്മേലും പ്രാണന്മേലും ആത്മാവിനുമുള്ള സകല ശിക്ഷയും സ്വമേധയ തൻ്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് അവന് പകരം സാക്രിഫൈസ്, അവന് പകരം പകരക്കാരനായിട്ട് ശിക്ഷ അനുഭവിച്ചു ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുത്തിയതുകൊണ്ട് ദൈവത്തിന് മനുഷ്യൻ്റെ മേൽ കൃപ കാണിപ്പാൻ അവസരമുണ്ടാകുന്നു. ഇതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ദ ഗ്രേറ്റ് സാൽവേഷൻ എന്ന എപ്പിസോഡുകളിൽ കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. അങ്ങനെ ഈ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരവും യേശു ക്രിസ്തുവിൽ എടുത്തതിന് ശേഷമാണ്, ഉയർത്തെഴുന്നതിന് ശേഷമാണ് കർത്താവ് പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരത്തിൽ ആത്മീക അധികാരം മാത്രമേ ചർച്ചിന് നൽകിയിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതാണ് എഫേസ്യ ലേഖനം
1-ാം അധ്യായത്തിൻ്റെ 19 തുടങ്ങി 23 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ അല്പസമയം മുൻപ് വായിച്ചതും. എന്നാൽ എല്ലാ മെറ്റീരിയൽ അധികാരങ്ങളും ഇന്നും സേറ്റാൻ്റെ കയ്യിലാണ്. 1 യോഹന്നാൻ 5:19 പറയുന്നത്, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഇത് മനസ്സിലാക്കാതെയാണ് അനേക ദൈവദാസന്മാർ ഈ ലോകത്തിൻ്റെ മോഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ശരീരത്തിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള വ്യാജമായ സുവിശേഷം സേറ്റാനാൽ നിയോഗിക്കപ്പെട്ടവർ മനുഷ്യനെ വീണ്ടും ഈ ലോകത്തിലേക്ക് നിരപ്പിക്കുന്ന വഞ്ചനയുടെ സുവിശേഷമായി കടന്നു വരുന്നത്. ഇവിടെയാണ് നിങ്ങൾക്ക് രണ്ട് കളർ കാണാൻ സാധിക്കുന്നത്. ഈ സ്പിരിച്വൽ അധികാരം ദൈവസഭയ്ക്ക് ലഭിക്കണമെങ്കിൽ അവർ കടന്നു പോകുന്നത് സ്ട്രേറ്റ് പാത്ത്, ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴി തിരഞ്ഞെടുക്കണം. ഇതിനാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്നത്. എന്നാൽ വിശാലമായ വഴി കിടക്കുന്നത് ഈ ലോകത്തിൻ്റെ മെറ്റീരിയൽ അധികാരങ്ങൾ സേറ്റാൻ്റെ കയ്യിലും, അതിനുള്ള മോഹങ്ങൾ ജനിപ്പിക്കുവാനുള്ള വ്യാജ സുവിശേഷം പറയുവാൻ വ്യാജ യേശു, വ്യാജ ആത്മാവ്, വേറൊരു സുവിശേഷമായിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് സേറ്റാൻ്റെ അഭിഷേകത്തിലായ ശുശ്രൂഷകന്മാരുണ്ട്. അവർ നിങ്ങളെ വിശാല വഴിയിലേക്ക്, വീതിയേറിയ വഴിയിലേക്ക് നടത്തുമ്പോൾ നാശത്തിലേക്ക്, അവസാനം കടന്നു ചെല്ലുന്നത് നരകത്തിലേക്കാണെന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരം വ്യാജ സുവിശേഷകന്മാരെ നല്ല മലയാള ഭാഷയിൽ പറഞ്ഞ പുറംകാലക്ക് തൊഴിച്ച് പുറത്താക്കാത്തത്. എന്നാൽ നിങ്ങളുടെ പോക്കറ്റ് അടിക്കുകയും നിങ്ങൾക്ക് കുറേ ചീഞ്ഞളിഞ്ഞ് പോകുന്ന നന്മകൾ പകർന്നുകൊണ്ട് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുകയാണ്. എന്നാൽ സ്പിരിച്വൽ അധികാരം ലഭിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളെങ്ങനെ തരും? ലോകത്തിലും മനുഷ്യർക്ക് ദൂതന്മാർക്കും കൂത്തുകാഴ്ചയായിട്ട് പോലും തരും. നിങ്ങളുടെ അയലക്കാർ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ ചാർച്ചക്കാർ, ഇതുവരെ സ്നേഹിതന്മാരൊക്കെ തന്നെ നിങ്ങളെ പകയ്ക്കും. നിങ്ങൾക്കെതിരാക്കി ചെയ്യാവുന്നിടത്തോളം ആഭിചാര പ്രവൃത്തികൾ ചെയ്യും. മരണത്തിൻ്റെ മുഖാമുഖം കടന്നു പോകേണ്ടി വരും. ഇതൊക്കെ ഞാൻ വളരെ 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 അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ സ്പിരിച്വൽ അധികാരം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. എങ്ങനെ? ഓരോ കഷ്ടങ്ങളിലും. യശയ്യാപ്രവചനം 48:10 വാക്യത്തിൽ പറയുന്നത് പോലെ, കഷ്ടതയുടെ തീച്ചൂളയിലാകുന്നു ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നത്. വിളിക്കപ്പെട്ടവർ അനേകരാ. തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കഷ്ടതയുടെ തീച്ചൂളിൽ നിങ്ങൾ ലോകത്തിലേക്ക് ആശ്രയിക്കുന്നു, ക്രിസ്തുവിൽ ആശ്രയിക്കുന്നു. ക്രിസ്തുവിൽ ആശ്രയിക്കുകയാണെങ്കിൽ അവൻ്റെ ഗ്ലോറി, അവൻ്റെ തേജസ് നിങ്ങളിൽ ഡെവലപ്പാകുകയും നിങ്ങൾ അതേ പ്രതിമയായിട്ട് കൃപമേ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ മധ്യാകാശത്തെ കാഹളനാദം കേൾക്കുമ്പോൾ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടും. ഈ സമയത്താണ് ഞാൻ പറയുന്നത് ധന്യനായ ഏകാധിപതി. അതായത് കാഹളനാദം കേട്ട് എടുക്കപ്പെട്ടതിന് ശേഷമല്ല, ഇപ്പോൾ ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ മരുഭൂമി യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ഏതൊരു തീച്ചൂളയിലും, കഷ്ടതയുടെ തീച്ചൂളയിലും ക്രിസ്തുവിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കഷ്ടത നിങ്ങൾക്കുണ്ടാവും. ലോകത്തിൽ മനുഷ്യർക്ക് ദൂതന്മാരെ എവിടെ നിങ്ങൾ കൂട്ടുകാട്ടിയായി ഭവിക്കും. ചിലപ്പോൾ ഉടുപ്പ് മാറി ഉടുക്കണം, വസ്ത്രമുണ്ടാവില്ല, പട്ടിണിയാകും, ഉറക്കവളിപ്പ്, ഇങ്ങനെ പല പല കാര്യങ്ങളും വരും. നിന്ദകൾ, പരിഹാസങ്ങൾ, ആഭിചാര പ്രവർത്തികൾ. പക്ഷെ ഒന്നും നിങ്ങളുടെ മേൽ ഫലിക്കാതെ വണ്ണം നിങ്ങളുടെ പ്രിയൻ്റെ മേൽ ചാരുന്നെങ്കിൽ അവനായിരിക്കും നിങ്ങളെ കവർ ചെയ്യുന്നത്. അതാണ് ക്രിസ്തു പരിചയം എന്ന് പറയുന്നത്. അതൊരു റിലേഷനാണ്. ഇതെല്ലാം നമ്മൾ വ്യക്തിപരമായി മനസ്സിലാക്കിയാൽ മാത്രമേ അത് വിശ്വാസമായി പരിണമിക്കുന്നുള്ളൂ. അല്ലാതെ വെറും ജനറൽ നോളേജ് എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമല്ല. ആ ജനറൽ നോളേജിൽ കൂടെ ക്രിസ്തുവുമായിട്ടുള്ള ഓരോ ബന്ധങ്ങളിലും നാം പ്രവേശിക്കണം. അത് പ്രവേശിക്കാത്തോടെ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ആകുകയില്ല. നിങ്ങൾ ടെസ്റ്റ് വരുമ്പോൾ വഴുതി മാറും. വീണ്ടും നിങ്ങൾ സ്ലോവിൽ വിശാല വഴിയിലേക്ക് പ്രവേശിക്കും, നാശത്തിൻ്റെ ഗർഭത്തിൽ ചെന്ന് തരും. അതുകൊണ്ട് ധന്യനായ ഏകാധിപതി എന്നുള്ള റിലേഷൻ, ധന്യനായ ഏകാധിപതിയായ ക്രിസ്തു നിങ്ങളിൽ വസിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരുന്നു കൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലുള്ള എന്തും ചെയ്യുന്നത് പോലെ നിങ്ങളിലും വസിച്ച് നിങ്ങളിൽ കൂടെയും സ്വർഗത്തിലും ഭൂമിയിലുള്ള എന്തും ചെയ്യും. ഇതാണ് വലിയൊരു റിലേഷൻ. ഇതിന് വേണമെങ്കിൽ എന്താ? ഇടുക്കമുള്ള വാതിൽ, ഞെരുക്കമുള്ള വഴി തിരഞ്ഞെടുക്കുക. നമ്മളെല്ലാവരും സ്നാനപ്പെട്ടത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ വ്യാജമായ സുവിശേഷങ്ങൾ, വ്യാജമായ ടെംപ്റ്റേഷൻസ്, ചിലപ്പോൾ ചൂണ്ടിയിട്ട് പിടിക്കുന്ന പോലെയുള്ള മോഹങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, ഞാനത് പറഞ്ഞു, ഇന്ന് സോഷ്യൽ മീഡിയ നടക്കുന്ന വലിയൊരു ചൂണ്ടയാണ് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം. ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല, ആരോട് ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ വന്നാൽ തന്നെ അപ്പോൾ തന്നെ ഞാൻ ക്രൂശിച്ചിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ക്രിസ്തുവിന് പൂർണ്ണമായും നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ ഏൽപ്പിക്കുന്നുവെങ്കിൽ ഇതേ അധികാരം. അപ്പോൾ നിങ്ങൾ ഒരുത്തിന് മുമ്പിൽ കൈക്കുപ്പി സാറേ എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ടത് കമാൻഡ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ലോകം, ഞാൻ വീണ്ടും പറയുന്നു, ലോകം നിങ്ങളെ കാണുന്നത് ആമേ സ്തോത്രം കൂത്തുകാഴ്ചയായിട്ടായിരിക്കും. കൂത്തുകാഴ്ച ഇത് അനുഭവിക്കണമെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ട്. പക്ഷേ
ഇതേ കൂത്തുകാഴ്ചയിൽ കൂടെ കടന്നുപോയി നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ, നമ്മുടെ മുൻ ചെന്ന അപ്പസ്തോലന്മാരൊക്കെ ഇതേ കൂത്തുകാഴ്ചയായി തീർന്നവരാണ്. അവർ ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് മരുഭൂമിയിൽ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് മരുഭൂമിയിൽ കൂടെ കയറി വരുന്ന ഒളിവിളാർ എന്ന് സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു അധികാരത്തിലേക്ക് ദൈവമേ കർത്താവ് നിങ്ങളേവരെയും പ്രവേശിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എപ്പിസോഡ് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ തിരുമായ ദൈവമേ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, നിൻ്റെ ഏറിയ കൃപയില്ലാതെ ഈ ബലഹീനരായി ഞങ്ങൾക്ക് ഈ ഒരു റിലേഷൻ പ്രവേശിക്കാൻ സാധ്യമല്ല. അതിനോട് കൃപ തോന്നി കർത്താവേ, അടിൻ്റെ ബലഹീനതയ്ക്കുമ്പോൾ നിൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ് പല പ്രാവശ്യങ്ങൾ ഈ അധികാരം നീ എളിവിന് കൂടെ നടത്തിയിട്ടുണ്ട് കർത്താവ്. അതിൻ്റെ മഹത്വമൊക്കെ ക്രൂശിലേൽപ്പിക്കുകയാണ്. നിൻ്റെ സ്നേഹം, നീ ഒരു റിലേഷൻ കർത്താവ് ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് നീ പകർന്ന് അവർക്ക് സഹിപ്പാനുള്ള കൃപയും കൂടെ കൊടുത്ത് സഹായിപ്പാൻ മറ്റൊരു കാര്യസ്ഥനെ കൂടെ നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.